പാലിയേക്കര ടോൾ പിരിവിൽ വീണ്ടും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. മോശം റോഡിന് ജനം എന്തിന് ടോൾ നൽകണമെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം 11 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നതിന് ടോൾ കൊടുക്കണമോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. റോഡ് നന്നാക്കാൻ മഴ മാറണമെന്ന് സോളിസിറ്റർ ജനറൽ മറുപടി നൽകി. വാദം കേൾക്കൽ തുടരുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ടോളും മഴ കഴിഞ്ഞു കൊടുത്താൽ മതിയാകുമോ? മാധു, അത്തരമൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ദേശീയപാത അതോറിറ്റി, അതായത് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരാകുന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതി ചോദിച്ചത്. ഇപ്പോഴും ഈ കേസിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെയും ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രന്റെയും അടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെ വാദം കേൾക്കൽ പുരോഗമിക്കുകയാണ്. ഈ വാദം കേൾക്കലിന്റെ തുടക്കത്തിൽ തന്നെ ഈ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം ദിനപത്രങ്ങളിൽ വന്ന വാർത്തകൾ ഈ സോളിസിറ്റർ ജനറൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവുമായാണ് തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞത് 11 മണിക്കൂറോളം ഈ ടോൾ എടപ്പള്ളി മുതൽ ഈ തൃശ്ശൂർ വരെയുള്ള പാതയിൽ ഗതാഗത കുരുക്കുണ്ടായതായും അതിന് കാരണം ഈ പാലിയേക്കര പ്രദേശത്തുണ്ടായിരുന്ന പ്രതിസന്ധികളാണ് എന്നുമാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞത് അത് ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടല്ല, അവിടെ റോഡിൽ ഒരു ബ്രേക്ക് ഡൗൺ, അതായത് ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് ഈ ഗതാഗത കുരുക്കിന് കാരണമായതെന്നാണ് പറഞ്ഞത്. തുടർന്ന് കോടതി ചോദിച്ചത്, ഇത് ദൈവത്തിന്റെ ഒരു നടപടിയൊന്നും അല്ലല്ലോ ഇങ്ങനെ ഈ ലോറി ബ്രേക്ക് ഡൗൺ ആയത്, മറിച്ച് അവിടുത്തെ കുഴികയിൽ ഈ ലോറി വീണതല്ലേ ഈ പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു കോടതി ചോദിച്ചത്. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഈ മോശം റോഡിന് എന്തിനാണ് ജനം ടോൾ നൽകേണ്ടതെന്ന ചോദ്യം ചോദിച്ചത്. സോളിസിറ്റർ ജനറൽ ആകട്ടെ ചില ദൃശ്യങ്ങളൊക്കെ ഇന്ന് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുകയുള്ളൂ എന്നും മഴ കാരണമാണ് സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതെന്നും സോളിസിറ്റർ ജനറൽ പറയുകയും ചെയ്തു. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഇക്കാര്യം ബോധ്യമാണ് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. തുടർന്ന് കോടതി ചോദിച്ചത്, അങ്ങനെയെങ്കിൽ മഴയ്ക്ക് ശേഷം ടോൾ നൽകിയാൽ പോരെ എന്നാണ് ചോദിച്ചത്. ഏതായാലും ആ കേസിൽ ഇപ്പോഴും വാദം കേൾക്കൽ നടക്കുകയാണ്. കരാർ കമ്പനിയായ ഗുരുവായൂർ കൺസ്ട്രക്ഷൻസിന്റെ വാദമാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത്, ഈ എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള പ്രദേശത്തെ ഏറ്റവും നല്ല ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചത് തങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഈ മേഖലകളിലെ നിർമ്മാണം നടത്തിയിരുന്നത് മറ്റൊരു കമ്പനിയാണ് തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ വാദം കേൾക്കൽ പുരോഗമിക്കുകയാണ്. മാധു.